ജനപ്രതിയാകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ MLA ആകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. പാർലമെൻ്ററി ബോർഡാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾക്കൊന്നും അതിനകത്ത് പറയാൻ സ്വാതന്ത്ര്യമില്ല. ഒരു MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതി എന്ന നിലയിൽ റോഡും പാലവും നിർമ്മിക്കുന്നത് മാത്രമല്ല, ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് MLA ആകണമെന്നുള്ളൊരു. നമസ്കാരം. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ശ്രീ ഷോൺ ജോർജ് ആണ് ഇന്ന് മറുനാടിനൊപ്പം ഉള്ളത്. അദ്ദേഹം പാലായിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നിലവിലിപ്പോൾ പുറത്ത് വരുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയാണ്. എന്തായാലും ഷോൺ ജോർജ് തന്നെ ഇപ്പോൾ മറുനാടിനൊപ്പം ചേരുകയാണ്. പാർട്ടിയുടെ പ്രഖ്യാപനം പറഞ്ഞത് നമ്മളങ്ങനെ ഞങ്ങൾക്കാർക്കും അങ്ങനെ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല. അപ്പം അതുകൊണ്ട് പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ കടമയാണല്ലോ. അപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് MLA ആകണമെന്നുള്ളൊരു. അതിൻ്റെ ക്യാപ്ഷൻ മാത്രം അങ്ങനെ അവർ കൊടുത്താണ്. ഞാൻ കണ്ടും കേട്ടും വളർന്നൊക്കെ ഒരു ജനപ്രതിയാകുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ജനപ്രതിയാകണമെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ആഗ്രഹമാണ്. ഞാൻ ആ ജനപ്രതി ആയിരുന്നു. കഴിഞ്ഞ 20-ാം തീയതി വരെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ എപ്പോഴും ജനപ്രതിയായി നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത്, ജനപ്രതിയാകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ MLA ആകുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ അങ്ങനെ ഒന്നുള്ളൂ. പാലായിലൊരു സാധ്യത അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് അന്തിമമായി തീരുമാനമെടുക്കുന്നത്. പാർലമെൻ്ററി ബോർഡാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾക്കൊന്നും അതിനകത്ത് പറയാൻ സ്വാതന്ത്ര്യമില്ല. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും. എന്തായാലും അഥവാ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുകയാണ് എങ്കിൽ പ്രധാനമായും ചർച്ചയാക്കുക ഏത് വിഷയം? ഇല്ല, എനിക്ക് ഏറ്റവും അധികം പറയാനുള്ളത് പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പറയാനുള്ളത് നമ്മുടെ പുതിയ തലമുറ ഈ നാട് വിട്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? അല്ലെങ്കിൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലയിലൊക്കെ ഒരു വീട്ടിലും ചെറുപ്പക്കാരില്ല, കുട്ടികളില്ല. അപ്പോൾ അതവരാരും തീരെ മോശം അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയുള്ള കുടുംബങ്ങളിൽ നിന്നല്ല പോകുന്നത്. അത്യാവശ്യം ഭൂസ്വത്തൊക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്നാണ് പോകുന്നത്. അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. അത് പെട്ടെന്നൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു MLA ചെയ്യേണ്ട കാര്യമല്ല. അതിനപ്പുറത്തോട്ട് അതിനെ എങ്ങനെ അതിനെ മാറ്റിയെടുക്കാം, അതിന് അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക രംഗത്തെ വലിയ തകർച്ചയാണ്, കാർഷിക മേഖല തകർച്ചയാണ്. അപ്പോൾ അതിനൊരു തിരിച്ചുവരവുണ്ടാകണം. ഇപ്പോൾ ഒരു MLA എന്ന നിലയിൽ അല്ലെങ്കിൽ ജനപ്രതി എന്ന നിലയിൽ റോഡും പാലവും നിർമ്മിക്കുന്നത് മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, അത് അവരുടെ സാമ്പത്തിക രംഗത്തുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായി നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട്. അത്ര ഇടപെടലുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി ഒരു കാത്തിരിപ്പ്, അത്തരത്തിലൊരു നിരീക്ഷണം ഉണ്ടോ? സ്ഥാനാർത്ഥി നമ്മളെപ്പോഴും ഞങ്ങളെല്ലാം ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളിപ്പോൾ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും പാർട്ടിയുടെ സംഘടന കെട്ടിപ്പടുത്തുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാം ചുമതല. ആ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കും. പാർട്ടി അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിന് പണി ഞങ്ങളിങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡൻ്റെ സ്വഭാവം അറിയാമല്ലോ. പുള്ളി ഒരു ദിവസം 20 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളെയും അങ്ങനെ ജോലി ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. വരട്ടെ. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇക്കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഷോൺ ജോർജും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. പ്രധാന ചർച്ചാ വിഷയമാകുന്ന വിഷയങ്ങളെല്ലാം തന്നെ, മലയോര മേഖലയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെല്ലാം തന്നെ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന സ്ഥാനാർത്ഥികളെ BJP അവതരിപ്പിക്കും എന്ന് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനും മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.